അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 12, 2023. സൗത്ത് ഡൽഹിയിലെ ലധോസാരായ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വന്ന ആളുകൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ ഷോപ്പുകളും മറ്റുമൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നു. അതായത് വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ അവിടെ നല്ല ക്രൗഡഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു കാറ് പോവുകയാണ്. ആ കാറിൽ ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂവിന് പോകുന്നതായിരുന്നു. ആ കാറിൽ നിന്ന് വലിയൊരു ശബ്ദം ആളുകൾ കേൾക്കുകയാണ്. ഒരു പെൺകുട്ടി അലറുന്ന സൗണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുരുഷൻ്റെ സൗണ്ടും കേട്ടു. എല്ലാവരുടെ ശ്രദ്ധയും ആ കാറിലോട്ടായപ്പോൾ ആ ഒരു കാർ പെട്ടെന്നുകൊണ്ട് തന്നെ അവിടെ ചവിട്ടി നിർത്തുകയാണ് ഉണ്ടായത്. കാറിൽ നിന്ന് ഡ്രൈവർ ചാടി ഇറങ്ങി ഒരു പയ്യനെ കുത്തിനു പിടിച്ച് പുറത്തോട്ട് ഇറക്കിയിട്ട് നാട്ടുകാരോട് എല്ലാവരോടും പറയാണ്, സാർ ഇവനെ പിടിച്ച് പോലീസിന് കൊടുക്കുക. അപ്പോൾ കാര്യങ്ങൾ അവർ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാറിലൊരു പെൺകുട്ടി ഇതേപോലെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇവൻ കുത്തി കൊല്ലാൻ നോക്കി, ആംബുലൻസിനെ വിളിക്കുക, ഇയാളെ പിടിച്ച് പോലീസിന് കൊടുക്കുക, ഇവനെ വെറുതെ വിടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഉടനെ തന്നെ ആംബുലൻസ് എത്തുകയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അന്ന് അക്ഷരാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ആരായിരുന്നു ആ പെൺകുട്ടി? എന്തിനായിരുന്നു ആ ഒരു പയ്യൻ അങ്ങനെ ചെയ്തത്? ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസിൻ ദിസ് സൈഡ്. ആ പയ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർക്ക് തന്നെ ദേഷ്യം വരുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഈ പയ്യൻ്റെ പേര് ഗൗരവ് പാൽ എന്നായിരുന്നു. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് ആളൊരു കമ്പനിയിൽ ജോലിയായിരുന്നു, ഒരു ഓഫീസിൽ ജോലി ചെയ്യായിരുന്നു. ആ ഒരു ഓഫീസിൽ വേറെ ഒരു പെൺകുട്ടി വന്ന് ജോയിൻ ചെയ്യാണ് പാർട്ട് ടൈം ആയിട്ട്. ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ആ പെൺകുട്ടി. പ്രാചി മാലിക് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ടോട്ടൽ 5 മക്കളായിരുന്നു ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത്. ഈ പ്രാചി എന്ന് പറയുന്ന പെൺകുട്ടി മൂത്തതായിരുന്നു. ഇവരുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുൻപ് മരിക്കുകയുണ്ടായി. അതിനുശേഷം അമ്മയാണ് കഷ്ടപ്പെട്ട് എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു പ്രാചിയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പാർട്ട് ടൈം ജോബിന് ആൾ ജോയിൻ ചെയ്തതും. കോളേജ് കഴിഞ്ഞ് നേരെ ഓഫീസിലോട്ട് പോയി അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നതായിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. അപ്പോൾ ഗൗരവും പ്രാചിയും ഒരേ ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഗൗരവ് പ്രാചിയെ നോട്ടീസ് ചെയ്യാണ്. കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, അതുപോലെ തന്നെ സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെ ആളുടെ ഉള്ളിൽ ഒരു പ്രണയം ഉടലെടുക്കുകയാണ് ആ ഒരു പെൺകുട്ടിയോട്. അങ്ങനെ പതിയെ ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കാനും അടുക്കാനും അയാൾ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഒരേ ഓഫീസിലായതുകൊണ്ട് തന്നെ ആൾക്ക് സംസാരിക്കാനും മറ്റൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പ്രാചിയും നല്ല രീതിയിൽ തന്നെ തിരിച്ച് സംസാരിക്കുകയാണ്. കാരണം വളരെ ഡീസൻ്റ് ആയിട്ട് അതുപോലെ തന്നെ വളരെ മാനേർഡായിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആദ്യം പെരുമാറുന്നുണ്ടായിരുന്നത്. പതിയെ ഒരു നല്ല ഫ്രണ്ട്സായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ പ്രാചിയുടെ ഫാമിലിയുടെ സിറ്റുവേഷനും അതുപോലെ തന്നെ വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം തന്നെ പ്രാചി പറയുകയാണ്. അങ്ങനെ ആൾ പറഞ്ഞു, എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി, എന്ത് ഹെൽപ്പിന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ പ്രാചി ചിന്തിച്ചത് തനിക്കൊരു നല്ലൊരു സുഹൃത്തിനെ കിട്ടിയെന്നുള്ളതാണ്. ഗൗരവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു പ്രണയാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഒരു സമയത്ത് ഗൗരവ് പ്രാചി മാലിക്കിനെ പ്രപ്പോസ് ചെയ്യാണ്, തനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ് ഉണ്ടായത്. ഇത് കേട്ട് അവരാകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ളൊരു ഇത് നിൻ്റെ അടുത്തില്ല, ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ, ഞാൻ വേറെ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് തനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു പെൺകുട്ടി തിരിച്ച് ചോദിക്കുകയായിരുന്നു. താൻ എപ്പോഴും തൻ്റെ ലിമിറ്റിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നു പെരുമാറിയിരുന്നതെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ ഫാമിലിയിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടെന്നും തനിക്കിപ്പോൾ ഒരു പ്രണയത്തിനും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യവും ആ പെൺകുട്ടി തീർത്ത് പറയുകയാണ്. ഇത് കേട്ട് ആ പയ്യൻ പറഞ്ഞു, ഓക്കെ ഇപ്പോൾ വേണ്ട, എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പ്രാചി മാലിക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ആളുള്ള സ്ഥലങ്ങളിലോട്ട് മാക്സിമം പോവാതിരിക്കുക, അതുപോലെ തന്നെ കാണുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഗൗരവ് പിന്നാലെ നിന്ന് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തന്നെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഗൗരവിന് എന്തോ പോലെ തോന്നുകയാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ പ്രാചി മാലിക്കിന് ഗൗരവിൻ്റെ അടുത്തൊരു വെറുപ്പ് തോന്നുകയാണ്. അയാളെപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ആ ജോലി തന്നെ അവർ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഡിഗ്രി ഫൈനൽ ഇയർ ആവുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്നാലും ആ സമയത്തും ഗൗരവ് ഈ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേനും ഗൗരവ് ആദ്യത്തെ ജോലിയൊക്കെ മാറിയിട്ട് പിന്നെ വേറൊരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം സഹികെട്ട് പ്രാചി മാലിക് തൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഇങ്ങനൊരു പയ്യൻ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, എനിക്കത് സഹിക്കുന്നില്ല, അത്രത്തോളം എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രാചി മാലിക്കിൻ്റെ വീട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ കംപ്ലയിൻറ്റ് പോലീസുകാർ തീരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്തിനേറെ പറയുന്നു, ഗൗരവിനൊന്ന് വിളിപ്പിച്ച് പോലും ഇല്ല എന്നുള്ളതാണ് വീട്ടുകാർ ആരോപിക്കുന്ന ഒരു കാര്യം.
ഇത് ഒരു സൈഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു കാര്യം കൂടെ അതേ സമയത്ത് നടക്കുകയാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൗരവ് തൻ്റെ പാരൻസിനെ പ്രാചി മാലിക്കിൻ്റെ വീട്ടിലോട്ട് വിടുകയാണ് പെണ്ണ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പാരൻസ് അങ്ങോട്ടെത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ പ്രാചി മാലിക്കിൻ്റെ അങ്കിളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്കിള് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമല്ല, അവളുടെ ഒരു ഇഷ്ടത്തിനെതിരായിട്ട് ഞങ്ങളൊന്നും തന്നെ ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങളോടൊന്ന് ദയവ് ചെയ്ത് പോകണം. ഓൾറെഡി ഞങ്ങളുടെ മകൾ നിങ്ങളുടെ മകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, അവൾക്ക് പ്രണയത്തിന് താല്പര്യമില്ല, ഈ ഒരു ഇഷ്ടത്തിന് താല്പര്യമില്ല എന്നുള്ളതൊക്കെ. ഇനിയും വീണ്ടും ടോർച്ചർ ചെയ്യരുത്, നിങ്ങളുടെ മകനോട് ഞങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കരുത് എന്നുള്ളൊരു കാര്യം പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇയാൾ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഗൗരവ് പിന്നെയും നിർത്തിയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പ്രാചിയുടെ പിന്നാലെ വന്നു. അതിനുശേഷം പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിക്കുകയോ ഇല്ല, എനിക്ക് പറയണം. നീ എന്നെ കല്യാണം കഴിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെയും കൊല്ലും, ഞാനും ചാവും, എനിക്ക് അങ്ങനെയുള്ളൊരു ജീവിതം വേണ്ട, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. പ്രാചി മാലിക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് വിട്ടു. വീട്ടിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വേറൊരു ജോബിന് പോകാനായിട്ട് പ്രാചി മാലിക് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർക്കൊരു ഇൻ്റർവ്യൂ വരികയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 12, 2023 ആ ഇൻ്റർവ്യൂ. അത് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസവും ഗൗരവ് ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗരവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെയുള്ള റിലേഷനിലൊന്നും താല്പര്യമില്ല, എന്നെ വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഗൗരവ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കുക, എനിക്ക് തന്നെ ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണുണ്ടായിരുന്നത്. ഫോണിലൂടെയും ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അവസാനം സഹി കേട്ടിട്ട് പ്രാചി മാലിക് ആ ഒരു കോള് കട്ട് ചെയ്തതിന് ശേഷം ആളെ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫും കൂടെ ചെയ്ത് വെച്ചു. തൻ്റെ കോളും കട്ട് ചെയ്ത് തന്നെ ബ്ലോക്കും ചെയ്ത് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചപ്പോൾ പ്രാചി മാലിക്കിൻ്റെ അടുത്ത് ഈ ഒരു ഗൗരവിന് വല്ലാത്ത രീതിയിലുള്ളൊരു ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 5:30 തന്നെ ഈ ഒരു പ്രാചി മാലിക് പോകുന്ന വഴിയിൽ വെയിറ്റ് ചെയ്യാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഓൾറെഡി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പ്രാചി മാലിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തനിക്ക് നേരത്തെ കിടന്നുറങ്ങണം, ഫോൺ വെച്ച് പോകും, നാളെ രാവിലെ 6 മണിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ എങ്ങനെയും ജോലി എടുത്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നോട്ടീസ് ചെയ്തിട്ട് ആൾ കറക്റ്റ് ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ പ്രാചിയത്തിലൂടെ നടന്നു വരായിരുന്നു. അയാൾ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തു, ഈ പ്രാചിയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അവസാനം പ്രാചി അയാളുടെ മുഖത്തടിയാണ് ഉണ്ടായത്. ഇതുകൂടായപ്പോൾ ആൾ പ്രാചിയുടെ ഫോൺ പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു ആ പെൺകുട്ടി. അപ്പോൾ ആൾ ഫോണൊക്കെ വിട്ടു. അതിനുശേഷം ആ ഒരു പെൺകുട്ടി നേരെ ആ ഒരു ക്യാബിലോട്ട് വന്ന് കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇയാൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു ക്യാബിൽ എൻ്റർ ചെയ്യായിരുന്നു. അതിനുശേഷം ആൾ വീണ്ടും ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കുകയോ ഇല്ല എന്നുള്ളത്, നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ആ പെൺകുട്ടി തീർത്ത് പറഞ്ഞു നടക്കില്ല എന്നുള്ളത്. ആ ഒരു സമയത്ത് ക്യാബ് ഡ്രൈവർ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഗൗരവ് താൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വെക്കുകയാണ്. അയാളോട് വണ്ടി എടുക്കാനും പറഞ്ഞു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു. 13 തവണയായിരുന്നു ആ പെൺകുട്ടിയെ കുത്തിയത്. ഇത് കണ്ടിട്ട് ഇയാൾ തടുക്കാനായിട്ട് ശ്രമിച്ചു, ടാക്സി ഡ്രൈവർ. അയാൾക്കും പരിക്കേറ്റു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് ആളുകളുള്ള ഏരിയ കണ്ടപ്പോൾ അയാളും കൂടെ ഒച്ച വെച്ചിട്ട് നേരെ ആളുകളുടെ അടുത്തോട്ട് കൊണ്ട് നിർത്തുകയാണ് ചെയ്തത്, അതായത് ആൾബലത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷമായിരുന്നു അയാളെ പിടിച്ച് കയറ്റി, അതായത് ഗൗരവിനെ പിടിച്ച് പുറത്തോട്ട് ഇടുന്നതും നാട്ടുകാരോട് ഇയാളെ പിടിച്ച് പോലീസിനോട് എടുക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ആംബുലൻസിനെ വിളിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും. അപ്പോൾ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ ഗൗരവിന് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ലെങ്കിൽ എത്തരത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണല്ലേ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്തരത്തിൽ എന്താ പറയുക, പ്രാന്ത് പിടിച്ച് പോലെ നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ എന്താണ് അവ സീൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.